അഗ്നിശമന സേനാംഗങ്ങളാണ് നീണ്ട തിരച്ചിലിനൊടുവിൽ മൃതദേഹം പുറത്തെടുത്തത്. തിങ്കളാഴ്ച വൈകിട്ട് 4 മണിയോടെയായിരുന്നു സംഭവം. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുമ്പളങ്ങി സെന്റ് പീറ്റേഴ്സ് പള്ളിയിൽ സംസ്കരിച്ചു. പരേതയായ മിനിയാണ് കിരണിന്റെ മാതാവ്. ഏക സഹോദരൻ അരുൺ. ഹലോ ഒരു പുല്ല ഭയം വലിയ മരത്തിങ്കൽ സെബാസ്റ്റ്യന്റെ കൊലപാതക കേസിലെ പ്രതികളെ വാതുരുത്തിയിൽ തെളിവെടുപ്പിനായി എത്തിച്ചു. മുണ്ടമേലി വലിയ മരുത്തിങ്കൽ സെബാസ്റ്റ്യന്റെ കൊലപാതകത്തിൽ ക്രൈം ഡിറ്റാച്ച്മെന്റ് അറസ്റ്റ് ചെയ്ത പ്രതികളെ തെളിവെടുപ്പിനായി വാതുരുത്തിയിൽ എത്തിച്ചു. തമിഴ്നാട് രാമനാഥപുരം സ്വദേശികളായ ഉരുളാണ്ടി, മുനിയാണ്ടി എന്നിവരെയാണ് സംഭവ സ്ഥലത്ത് തെളിവെടുപ്പിനായി എത്തിച്ചത്. സെബാസ്റ്റ്യന്റെ മൃതശരീരം കണ്ടെത്തിയ വാതുരുത്തി കൊങ്കൺ ടാങ്കിന് സമീപത്തെ കുറ്റിക്കാട്ടിലും ഇവർ ഒരുമിച്ച് മദ്യപിച്ച ATH ബാറിലും പ്രതികൾ താമസിച്ച വാതുരുത്തിയിലെ വീടുകളിലും സംഘം തെളിവെടുപ്പ് നടത്തി. ഇവർ വാതുരുത്തിയിൽ താമസിച്ചു എന്നത് സംബന്ധിച്ചുള്ള തെളിവുകളാണ് പ്രധാനമായും ശേഖരിച്ചത്. കഴിഞ്ഞ മാർച്ച് 14-നാണ് സെബാസ്റ്റ്യന്റെ മൃതദേഹം വാതുരുത്തിയിലെ കുറ്റിക്കാട്ടിൽ നായ്ക്കൾ കടിച്ചു കീറിയ നിലയിൽ കാണപ്പെട്ടത്. ഹാർബർ പോലീസ് ആദ്യം ആത്മഹത്യയാണെന്ന നിഗമനത്തിൽ എത്തിയ കേസ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷമാണ് കൊലപാതകമാണെന്ന് കണ്ടെത്തിയത്. തലയ്ക്ക് പിന്നിൽ മാരകായുധം ഉപയോഗിച്ച് വെട്ടിയതായും കല്ലുകൊണ്ട് തലയിൽ കടിച്ചതായും റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. നാട്ടുകാരുടെ ശക്തമായ ഇടപെടലിനെ തുടർന്നാണ് കേസ് ക്രൈം ഡിറ്റാച്ച്മെന്റിന് കൈമാറിയത്. മാർച്ച് 9-ന് ATH ബാറിൽ വെച്ച് മദ്യപിച്ച സെബാസ്റ്റ്യനും ഉരുളാണ്ടിയും തമ്മിൽ തർക്കമുണ്ടായി. പിന്നീട് മദ്യം തരാമെന്ന് പറഞ്ഞ് പ്രതികൾ സെബാസ്റ്റ്യനെ കുറ്റിക്കാട്ടിൽ കൊണ്ടുവന്ന് കൊലപ്പെടുത്തുകയായിരുന്നു. മൂന്നാം പ്രതിയായ വീർമണിക്കായുള്ള അന്വേഷണം പോലീസ് ശക്തമാക്കിയിട്ടുണ്ട്. ക്രൈം ഡിറ്റാച്ച്മെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ V. സുനിൽകുമാറിന്റെ നേതൃത്വത്തിലാണ് പ്രതികളെ തെളിവെടുപ്പിനായി എത്തിച്ചത്. പൗരോഹിത്യ പദം സ്വീകരിച്ച ഡീക്കൻ സാമുവേലിന് സാന്തോം ഇടവകയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. പൗരോഹിത്യ പദം സ്വീകരിച്ച ഡീക്കൻ സാമുവലിന് സാന്തോം ഇടവകയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. ഡീക്കൻ സാമുവലിന്റെ മാതാപിതാക്കളും ബന്ധുക്കളും വിദേശ പുരോഹിതരും ചടങ്ങിൽ പങ്കെടുത്തു. VJ ഹൈസന്ത് ഹാരാർപ്പണം നടത്തി. ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെയാണ് ഡീക്കൻ സാമുവലിനെ പള്ളിയിലേക്ക് ആനയിച്ചത്. ചെറിയ കുട്ടികൾ അവതരിപ്പിച്ച വെൽക്കം ഡാൻസും ശ്രദ്ധേയമായി. സ്വകാര്യ ബസ്സുകളിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധന ശക്തമാക്കി. സ്വകാര്യ ബസ്സുകളിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധന ശക്തമാക്കി. മട്ടാഞ്ചേരി ജോയിന്റ് RTO ബാബു ജോണിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. സ്വകാര്യ ബസ്സുകളിലെ സ്പീഡ് ഗവർണർ സംബന്ധിച്ചായിരുന്നു പ്രധാന പരിശോധന. സ്വകാര്യ ബസ്സുകളിൽ സ്ഥാപിച്ചിട്ടുള്ള സ്റ്റീരിയോ നിയമവിരുദ്ധമാണെന്നതിനാൽ ഇത് സംബന്ധിച്ചും പരിശോധനയുണ്ടായിരുന്നു. എയർഹോണും നെയിം ബോർഡ്, യൂണിഫോം എന്നിവ സംബന്ധിച്ചും മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പരിശോധന നടത്തി. 40ഓളം അപാകതകൾ കണ്ടെത്തിയ 40ഓളം ബസ്സുകൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. പരിശോധന കൂടുതൽ ശക്തമാക്കുമെന്ന് മട്ടാഞ്ചേരി ജോയിന്റ് RTO ബാബു ജോൺ KCB ന്യൂസിനോട് പറഞ്ഞു. നമ്മൾ ബസ്സുകൾ എല്ലാം പരിശോധിക്കുന്നതിനുള്ള നിർദ്ദേശം ട്രാൻസ്പോർട്ട് കമ്മീഷണർ ശ്രീലേഖ ഞങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്. ബസ്സുകളെല്ലാം പരിശോധിച്ച് സ്പീഡ് ഗവർണർ, എയർ ഹോൺ, അതുപോലെ കണ്ടക്ടർ, ഡ്രൈവർ അവരുടെ ലൈസൻസ്, ഡോർ അറ്റൻഡർമാരുടെ യൂണിഫോം മുതലായ കാര്യങ്ങൾ എല്ലാം പരിശോധിച്ച് അങ്ങനെ അല്ലാത്ത വാഹനങ്ങൾക്കെതിരെ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. നെഹ്റു സാംസ്കാരിക കേന്ദ്രയുടെ നേതൃത്വത്തിൽ കുടുംബ കൃഷി പദ്ധതിക്ക് തുടക്കമായി. നെഹ്റു സാംസ്കാരിക കേന്ദ്രയുടെ ആഭിമുഖ്യത്തിൽ കുടുംബകൃഷി 2014 പ്രൊഫസർ KV തോമസ് MP ഉദ്ഘാടനം ചെയ്തു. പലേപ്പള്ളി ശ്രീനാരായണ ഹാളിലാണ് പരിപാടി നടന്നത്. അന്യസംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന വിഷലിപ്തമാക്കപ്പെട്ട പച്ചക്കറികൾ ഭക്ഷിക്കുന്നതിനാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതുമായി മുൻനിർത്തിയാണ് കുടുംബ കൃഷി എന്ന നൂതന പദ്ധതിക്ക് നെഹ്റു സാംസ്കാരിക കേന്ദ്ര തുടക്കമിട്ടിട്ടുള്ളത്. കൃഷി വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ആരോഗ്യ സംരക്ഷണത്തിന് സാഹചര്യമൊരുക്കുക, ഭക്ഷ്യസുരക്ഷ നേടുക, പ്രകൃതി വിഭവങ്ങളും പരിസ്ഥിതിയും സംരക്ഷിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കാർഷിക വകുപ്പിന്റെ മേൽനോട്ടത്തിൽ വളർത്തിയ വിവിധതരം പച്ചക്കറി തൈകൾ അടങ്ങിയ 25 ഗ്രോ ബാഗുകൾ സബ്സിഡി നിരക്കിൽ നെഹ്റു സാംസ്കാരിക കേന്ദ്രയുടെ നേതൃത്വത്തിൽ വീടുകളിൽ എത്തിച്ചു നൽകും. ജൈവവളം, ജൈവ കീടനാശിനി എന്നിവ ഉപയോഗിച്ച് മികച്ച വിളവ് നേടാൻ സഹായിക്കുന്ന പച്ചക്കറി കൃഷി
പരിശീലന ക്ലാസുകളും നെഹ്റു സാംസ്കാരിക കേന്ദ്രം സംഘടിപ്പിക്കും. കാലിക പ്രാധാന്യമുള്ള കാർഷിക പദ്ധതിയാണ് കുടുംബ കൃഷി എന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രൊഫസർ KV തോമസ് MP പറഞ്ഞു. മാത്രമല്ല ഇത് വ്യാവസായിക സ്വാഭാവികമായി ധാരാളം രാസവസ്തുക്കൾ കൃഷിക്ക് വേണ്ടി ഒരു സാഹചര്യത്തിലാണ് നാം കഴിക്കുന്ന പച്ചക്കറികൾ അതുപോലെ ഫ്രൂട്ട്സ് ഇതെല്ലാം വിഷയുക്തമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ നിന്നും കേരളസമൂഹത്തെ രക്ഷപ്പെടുത്താൻ നമ്മുടെ പരമ്പരാഗത കാർഷിക മുന്നിലേക്ക് കൃഷി നമ്മൾ ഇന്നത്തെ സാഹചര്യമായി ചടങ്ങിൽ നെഹ്റു സാംസ്കാരിക കേന്ദ്ര ചെയർമാൻ TY യൂസഫ് അധ്യക്ഷത വഹിച്ചു. എറണാകുളം DCC പ്രസിഡന്റ് VJ പൗലോസ് മുഖ്യാതിഥിയായിരുന്നു. പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ PK ഉമ്മർ പച്ചക്കറികളിലെ അമിത രാസപ്രയോഗത്തിന്റെ പശ്ചാത്തലത്തിൽ കുടുംബകൃഷിയുടെ പ്രാധാന്യം എന്ന വിഷയത്തിൽ സംസാരിച്ചു. കുടുംബകൃഷി എന്ന പദ്ധതിയെ സംബന്ധിച്ച് ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ ഹോർട്ടികോർപ്പ് എറണാകുളം വത്സ അഗസ്റ്റിൻ സംസാരിച്ചു. കുടുംബകൃഷിയും ശാസ്ത്രീയ മുറകളും എന്ന വിഷയത്തിൽ കൃഷി ഓഫീസർ AA ജോൺ ചെറി ക്ലാസ് എടുത്തു. കുടുംബകൃഷിയുടെ വിജയത്തിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് വൈറ്റില കൃഷിഭവൻ ഓഫീസിലെ R രാമചന്ദ്രൻ ക്ലാസ് നയിച്ചു. അഡ്വക്കേറ്റ് KV ജേക്കബ്, കൗൺസിലർ KM റഹീം, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് PH നാസർ, AM അയ്യൂബ്, കൗൺസിലർ KA സിയാദ്, കൗൺസിലർ വിക്ടോറിയ ലോറൻ, മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് റാണി യേശുദാസ്, KS ബിജു, KA മാനുവൽ, അഡ്വക്കേറ്റ് തോമസ് ആൻഡ്രൂസ്, ജിജി മാനുവൽ, KA ഷമീർ, നെറിൽ ദാസ്, അനു സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകളിൽ വീണ്ടും. അരനൂറ്റാണ്ടായി പ്രവർത്തിക്കുന്ന പനേപ്പള്ളി പോസ്റ്റ് ഓഫീസ് നിർത്തലാക്കുന്നു. തപാൽ വകുപ്പിന്റെ നടപടിയിൽ പ്രതിഷേധം ശക്തം. പള്ളുരുത്തി സിമെറ്റ് കോളേജ് ഓഫ് നഴ്സിംഗിന്റെ മന്ദിരോദ്ഘാടനം ആരോഗ്യ വകുപ്പ് മന്ത്രി VS ശിവകുമാർ നിർവഹിച്ചു. കായലിൽ വീണ മൊബൈൽ ഫോൺ എടുക്കാൻ ഇറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. മരിച്ചത് കുമ്പളങ്ങി നോർത്ത് ചെറുകുമരത്ത് വീട്ടിൽ കിരൺ എന്ന 16-കാരൻ. ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.